അല്ല ബഷീറേ, ഇതിപ്പോ ഇവിടെയാണ്. അല്ല, നിങ്ങളെ കുവൈറ്റിൽ നിന്ന് വിട്ടാ? കുവൈറ്റിന് വിടാൻ എന്താണ്? നമ്മൾ കുവൈറ്റിൽ ജയിലില്ല, കുവൈറ്റിന് വിടാന്. കള്ള സൂറേ, അനക്കൊരു ബാട്ടുണ്ടല്ലടാ. ആ, സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല് കേട്ടാ. അമ്മാര് തുണി ഒന്നും ചെയ്യണ്ട, ഹയാത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങോട്ടൊക്കെ അതൊക്കെ ജുബ്ബ അടിക്കാണ്, ജുബ്ബ. ഇത് പെണ്ണുങ്ങൾ പറഞ്ഞല്ലേ കൺട്രി. ആനക്കത് കുന്തറിയടോ. നല്ലോണം തുണിക്കോ, എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും. അളപ്പെടുത്തോ. എന്താണ് ചങ്ങായി, അറബിയുടെ കുപ്പായോ? ജുബ്ബ കള കൊടുക്കണോ? അത്ര ഇതുവരെ. ആ മതി മതി. 31. കുവൈറ്റിൽ 44 പണ്ടാരടം ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി 31. എന്താണ് കഴിച്ചിട്ട് മുറുക്കണി? മര്യാദ കൊടുക്ക്. എന്റെ ഉമ്മ ഈ പണ്ടാരത്താളെ മയ്യത്തായില്ലേ കൊഴുപ്പ്. ഈ പന്നി ഇന്നെ പറ്റി എന്റെ പറഞ്ഞില്ല. അതിനെ എന്നിട്ട് ഞമ്മള് പോട്ടെ, ഞമ്മള് മറ്റന്നാൾ വരാം കേട്ടാ. ഓന്റെ ഒരു പത്രാസ്. നമ്മള് വരട്ടെ, നമ്മള് വരച്ചാ പത്രത്തൊക്കെ നമുക്ക് അത് മൂത്താപ്പ. ന്യൂസ് കേട്ട ബൈക്ക് ഞമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് ഞമ്മളെ നിസാൻ കാറിൽ കയറ്റി ഫുൾ സ്പീഡിൽ ഓട്ടിച്ച് വരണം. റോട്ടിൽ കൂടെ പീരങ്കികളും ടാങ്കുകളും അങ്ങനെ 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 കീറി വരണം. മഴ പെയ്യും പോലെ എന്റെ മുത്ത് നേരെ ബോംബ് ഇങ്ങനെ വീഴാണ്. ഇടത്തുനിന്നും ഇടത്തുനിന്നും പല ബെൽപ്പത്തിൽ അതൊക്കെ വെട്ടിച്ച് 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 ഞമ്മൾ സൗദിന്റെ ബോംബിലെത്തി. അതാണ് ഞമ്മൾ നേരെ എതിരൊരു ടാങ്കർ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞമ്മൾ ബ്രേക്ക് കാരണം കേട്ടോ കൊട്ടാളി. ടാങ്കറിന്റെ അവിടുന്നു ഒരാളും ഇങ്ങോട്ട് വന്നു. പറയാൻ വയ്യ മൊയ്തുക്ക, രോമ എണീച്ച് നിൽക്കണ്. ആരെന്ന് പറഞ്ഞാല് ഒരു 7 അടി ഉയരുണ്ടാവും. കയ്യും കാലൊക്കെ ഈ പണ്ണോ പപ്പടം മേശി തോക്കും പിടിച്ച്. ആരാണെന്ന് ചോദിക്കുന്നായേ? ആരാണ് നിങ്ങൾ പറയും? അതാണ്. എന്റെ ഗുരുവായൂരപ്പാ നമ്മളോട് ചോദിക്കാണ് വേർ ആർ ഗോയിങ്. തിരിച്ചെന്ത് പറഞ്ഞു? നമ്മളപ്പത്തിന്റെ പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത്. അപ്പൊ സദ്ദാൻ ചോദിക്കാണ് യു ഇന്ത്യൻ കൺട്രി. അപ്പൊ നമ്മൾ പറഞ്ഞ ഗോ. മമ്പറത്തെ തങ്ങളി മനസ്സിൽ വിചാരിച്ചൊരൊറ്റ വിടല് വിട്ട്. മീനിപ്പം വില വളരെ കുറവാണല്ലേ? കുറവായാലും കൂടുതലായാലും കണക്കാ സീസിന്റെ പോ. അല്ലല്ലേ എന്ത് നീ ഇപ്പൊ കൊറേ തോനെ കായൊക്കെ ഉണ്ടാക്കിയിടോ. ഉണ്ടാക്കി അതിനൊക്കെ എന്റെ കെട്ടികൾക്കും ആ കുട്ടികൾക്കും കൊറേ കായ് കൊടുത്തു വിടറോ. ചിലക്കാട് പോയി ചാരാൻ പറയേ. പെണ്ടി തരാ ഈ പറയണോ ചെയ്യണോ? അല്ല മനസ്സിലായില്ല. എന്ത് തെണ്ടിത്തരോ? ഓക്കെപ്പോഴും പണ്ടാരടങ്ങുന്ന സോക്കേടാണ്, ജാക്കലാണ്. ചാവും പകലും പട്ടിനെ എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുക. അതിനാണ് ഡോക്ടർമാരെ കാണിക്കേണ്ടത്. ഡോക്ടറെ കാണിക്കുന്ന നേരം കൂടെ ഞമ്മക്ക് വേറെ പെണ്ണിട്ട് കൂടെ? നമ്മൾ കാണല്ലേ? നമ്മൾ വേറെ നിക്കാതിരിക്കാൻ പോവുക. ആലോചന വല്ലതും ഉണ്ടോ? ചെറുതായിട്ട് നമ്മൾ ഹൈദ്രോസ്കാന്റെ മോള് ആമിനായാലെന്താന്നൊരു തോന്നലുണ്ട്. എടാ മഹാഭാവി, നിന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ അവൾക്ക്. അതിനെന്താ? നിങ്ങളെപ്പോലെയാണ് ഞമ്മള്. പ്രായോ ശരീരത്തിനല്ല മനസ്സിനാ അല്ലേ? ഒരു 18 മനസ്സപ്പൊ ഞമ്മക്ക് നീങ്ങിരുന്നു. അതിന് മൂര് സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതിക്കോ? നായരെ ഞമ്മളെ കണ്ട സമ്മതിക്കാതെ ഇരിക്കോ? ഒന്ന് പറഞ്ഞു പിടിച്ച്. ഇപ്പം പൂതി പറയണല്ലേ. ഇനിയിപ്പം മൂരി സമ്മതിച്ചാലും ആ പൈങ്കിളി പോലത്തെ പെണ്ണിനെ ഇവന് പിടിച്ചു കൊടുക്കാൻ പാത്തുമ്മ സമ്മതിക്കൂല. അല്ലോ ഈ കുഞ്ഞലിവിനെ കെട്ടണമെന്ന് പറഞ്ഞിട്ടേ പെണ്ണുങ്ങള് ക്യൂ വെക്കും. പറയാ അങ്ങോട്ട് മാറി, നമ്മളൊന്നങ്ങോട്ട് പോട്ടെ. ഇന്നലെയും വിളിക്കണേ നിൽക്കാന് നെയ്ച്ചോറും ബിരിയാണി വന്ന് ആക്കിക്കൊള്ളേ കേട്ടാ. അന്യം വിളിക്കട്ടെ കേട്ടോ മോനെ.
പോട്ടെ ആ കേറ്. ഒരാൾ കൂടെ ഉണ്ട്. ആരാ? കേൾക്കോ പക്ഷേ തുണി മാറ്റാൻ മാഷ്. അസീസ നമ്മുടെ കുട്ടിയാ, ധൈര്യമായിട്ടിരിക്കാം. ആഹാ. അസീസ നീ പേടിക്കണ്ട, ഒരു ഗ്ലാസും കൂടെ കൊടുത്തു. ഏയ് ഞാനിത് കഴിക്കില്ല. നിർബന്ധിക്കണ്ട, 3 ആൾക്ക് തികയില്ല. ഇയാളെന്തിട്ട് ഈ കുഞ്ഞിങ്ങിച്ച് കളിക്കണ പണ്ടാണ് നിൽക്കണ്ടും. ആ ആ അതൊക്കെ പിന്നെ പിന്നെ ഒന്ന് മുട്ടി വേണ്ട വേണ്ട വേണ്ട. കുഞ്ഞാൻ ടീച്ചറുടെ ബ്ലൗസ് ഉണ്ടാകുന്നുണ്ടല്ലേ, അത് തയ്ച്ചാ? ഇല്ല. അതിന്റെ തുണി എങ്ങനെയുണ്ട്? വളരെ നൈസാ. മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ, അതിന്റെ കാശും മാഷ് തന്നെ എന്നോളൂ കേട്ടോ. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ, ഇതാ അതിന്റെ ഒരു രസം. ആ. അല്ലേ? അസീസ, നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ? കെട്ടണം. ഉമ്മ എപ്പോഴും പറയും നിക്കാതിന്റെ കാര്യം. ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നോക്കണം. ഇവന് പറ്റിയതാരാ മാഷേ? ആ കാട്ടുമാക്ക മമ്മതിന്റെ മോളായാലോ? അത് വേണ്ട, അത് വേണ്ട. അതെന്താ? അവളെ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നു. നമ്മുടെ അയ്മൂട്ടിയുടെ മോള് നബീസോ? അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര്യ. ഓ, നമ്മുടെ പരീതിന്റെ മകള് സൈനബ ആയാലെന്താ? അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച? ഹൈദ്രോസിക്കാന്റെ മോൾ ആമിനെ എങ്ങനെ? എന്റെ അസീസ്, നീ ആള് കൊള്ളാലോടാ. എന്റെ അയലോക്ക നല്ല കുട്ടിയാ, നീ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് നല്ല ചേർച്ചയായിരിക്കും. കാണണോ? എങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നാ മതി, ഞാൻ കാട്ടിത്തരാം. ഉള്ള വാപ്പ മോര് ഹൈദ്രോസ്. എന്റെ അസീസെ, ആണ് ദേ കൈകൊണ്ടൊന്നും ഞൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും. നീ കേട്ടിട്ടുണ്ടോ? ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി. പക്ഷേ കുഞ്ഞാനി അല്ല സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു. വിളിക്കണത് ആണായിരിക്കണം, ഹൈദ്രോസ്. ഹൈദ്രോസിന്റെ മോളല്ല, അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും. എടാ അസീസെ, നീ ഒരാണല്ലേ? അല്ലേ? അയ്യോ അസീസെ, നീ ആണല്ലേ? കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വില്ലു വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. എന്തേ, ശരിയല്ലേ? ഇതിനുണ്ടായിരുന്ന സാധനം എവിടെ? താൻ ഓവറാവണ്ടെന്ന് കരുതി ഞാനെടുത്ത് കുടിക്കുന്നതാണ് അവരുടെ പെരട്ട നഗരെ. കുടിച്ചാ മതിയാക്കും കഷണ്ടി. എന്റെ കൽബിറെ ആമനയ്ക്ക്. എന്റെ പ്രിയപ്പെട്ട ആമനയ്ക്ക്. ആരാ ഇത്? ഞാനാ മോനെ, വാതിലോക്ക്. എന്റെ അസീസെ, മാഷയുടെ നാണം ഇതുവരെ മാറിയിട്ടില്ല. ഇങ്ങോട്ട് കേറി വാ മാഷേ, കേറി വാ. ഇവിടെ പറ്റില്ല. ഞങ്ങള് 2 മാന്യന്മാർ ഈ സമയത്ത് എങ്ങോട്ടാ പോവാ അസീസെ? അത് ഒരു ശരിയാ. എന്താ ഇപ്പൊ ചെയ്യാ? ഒരു വഴിയുണ്ട്. നേരെ അങ്ങോട്ട് ഇറങ്ങി കിഴക്കോട്ട് കനാലിലൂടെ നടന്നാൽ ഒരു പാലമുണ്ട്. അതിന്റെ ചവിട്ടിലും കൂടിക്കും. എന്റെ അസീസെ, അവൻ തമാശ പറയണതല്ലേ? അല്ലേടാ? അല്ല, കാര്യമായിട്ടാ. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, അകത്തേക്ക് പോവാം. അത് ശരിയാണ്. മേല് പിടിച്ച് ഞെക്കരുത്. നിങ്ങൾക്ക് നാണമല്ലേ മാഷെ? ഇങ്ങനെ പഠിപ്പിക്കുന്ന കുട്ടികളെ ചുറ്റുമുള്ളത്. അന്തിയായ ചാരാകുപ്പിയായിട്ട് അത് കള്ളുകൂടിയെന്ന ആരുടെ കൂടെ. മാഷേ, പെശക, നമുക്ക് പോവാം. എടാ ശവി ചെക്ക, ഒരു LP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ നീ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രം വിചാരിച്ചാ മതി, ഈ കുന്നത്തങ്ങാടി ഒരു കോണ വരെ നിങ്ങൾക്ക് തയ്ക്കാൻ കിട്ടില്ല. ഇതൊന്നും ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പോവാ മാഷേ, വാ. എന്റെ കളി കുറെ കൂടുണ്ട്. ബാപ്പുട്ടെ ബാപ്പുട്ടെ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ നമ്മളെ നാട്ടിൽ മതി. ഇവനെ ഞാൻ മലപ്പുറം മൊയ്തീനാ. ഇനി അത് പറ്റൂല. ഓൻ വന്നിരിക്കുന്നു. ആര്? സാക്ഷാൽ അസല് ഒറിജിനൽ മലപ്പുറം മൊയ്തീൻ.
പഠിച്ചമ്പുരനെ ചതിച്ചോ? എന്നിട്ട് അവിടെ ഇരുത്തിട്ട് പോന്നിരിക്കുക. നമ്മളെ കളി വല്ലോ മൂപ്പര് അറിഞ്ഞോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വേഗം വരി. കുന്നത്തങ്ങാടിയിൽ ബസ് വന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കണ്ടത്. മജീദ നീ വീണോ? ഇല്ല, ഞാന് നിങ്ങൾക്ക് പുഴക്കടൻ അടവ് കാണിച്ചു തന്നതാ. നേരോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഈ വീണതാന്നാ. ആ, ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. വേണ്ടടാ മരപ്പട്ടി, നിന്റെ പോലെ തന്നെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. എന്താ കുട്ടി പറയൂ? അല്ല, ഇവിടെ. ആ മിടുക്കി, വിപരീതമതം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി, പകൽ. ഓ, എന്തൊരു ഓർമ്മ ശക്തിയാ എന്റെ അമ്മേ. ഒന്ന് പതുക്കെ പറ. ശരി, അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാന്ന്. എന്നാ തുടങ്ങിക്കോ. ഒന്ന് നിർത്തോ? എഴുന്നേറ്റ് അവിടെ. എന്റെ ദൈവമേ, എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇന്നൊടി നല്ലത്. മാഷേ, ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ലേ വായിക്കാൻ? ഉറക്കെ വായിക്കുന്നു. ഇത് ഉറക്കം വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്കെഴുതിയതാ? ആർക്കെഴുതാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്താ. അസലായിട്ടുണ്ട്. എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് എന്നെ കൊല്ല്. പോണോ? എടാ മാഷക്ക് പ്രാന്ത് പിടിച്ചെന്നാ തോന്നണേ. മാഷക്കല്ല, നിന്റെ വാപ്പയ്ക്കട പ്രാന്ത്. ഇത് വലിയ ഗതികേടായല്ലോ എന്റെ കർത്താവേ. പൂരം കാണാൻ വന്നിരുന്നു രാത്രി. ഹൈദ്രോസ് പോ. ലോനപ്പ് മാഷ പറയണേ, ഹൈദ്രോസ് പോ. പക്ഷേ അയാൾ പോയിട്ട് 1 മണിക്കൂറായല്ല. നീ പോടാ സെക്കൻഡ്. തലയിരിക്കുമ്പോ വാലാടണ്ട. കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ, അത് ലോനപ്പം മാഷ്. നീ എന്നാടാ മാഷായത്? നീ ചിലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും. ഹൈസ്കൂൾ ആയാലും LP ആയാലും മാഷ് തന്നെയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി ഉണ്ട പോരെ. നീ നാട് നിങ്ങളെ ക്ലാസ് എടുത്ത് നടക്കണ്ടല്ലോ. നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ പറയാം മാഷേ. പറഞ്ഞു കൊടുക്കണേ. മാഷോട് സംസാരിക്കുന്നത് എന്നെ വേണം പറയാൻ. സ്കൂളിലോ എനിക്ക് സ്വര്യം തരുന്നില്ല, റോട്ടിൽ വന്ന് അവിടെ തരില്ല സ്വര്യം. രാത്രി ആയില്ലടാ, നിനക്കൊക്കെ പോയി വല്ല കോഴിനെ കട്ടൂറ കുറുക്ക പോളോ. എല്ലാവരും 1 ഗുണം 6 സമം 6, 2 ഗുണം 6 കല്ലുകളി. നിങ്ങൾ സ്കൂൾ വരാണ്ട് ഇവിടെ കളിക്കാനായിട്ട്? ഇപ്പൊ മണി എത്രയായി ടീച്ചറെ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്. കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയാ? മാഷേ അത് നോ, ഒരു ഗവൺമെന്റ് LP സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഈ നാശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്താ ചെയ്യും മാഷേ? പിന്നെ മാഷുള്ളോണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമയോ? മനോരമയാണല്ലേ. മനോരമ വായിക്കാൻ എന്ത് സുഖാന്നറിയോ? എന്താ മാഷേ കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിനിത്തിരി പുളിക്കും. എനിക്ക് മാഷെ അറിഞ്ഞൂടെ? ടീച്ചറുടെ നുണക്കുഴി ഒന്നിട്ടിരിക്കണേ. മിണ്ടായിരിക്കടാ. നിനക്കൊക്കെ പോയി വല്ല കന്നല്ല മേച്ചൂറ. പഠിക്കാൻ വന്ന പഠിക്കണം. ഇതെന്താ ചന്തപ്പരയാ? എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? എന്താ ഇവിടെ എന്താ? മാഷെ ഇവന് പഠിക്കണമെന്നില്ലാന്ന്. നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ഇവനാ പറഞ്ഞു മാഷെ. എന്താ പറഞ്ഞു? പഠിപ്പിക്കാൻ വരുന്നതും പഠിപ്പിച്ചാ മതിന്ന്. ഒറ്റ വീക്ക് വെച്ചു കേട്ടോ. കേരള പിഞ്ഞില് രണ്ടാൾ കയറ.
എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? ടീച്ചറെ പദ്യല്ലേ? അല്ല, ഇനി കേട്ടെഴുത്താ. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകമൊക്കെ എടുത്തേ. കേട്ടെഴുത്താണ്, കേട്ടെഴുത്തേ. ഓൾ സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്ക്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം, ഓ, ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛനുണ്ടോ? കിടപ്പിലാണ്. ഓ, സമാധാനായി. അമ്മയുണ്ടോ? അമ്മയുണ്ടോന്ന്. കുഴപ്പമില്ല. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? മാഷേ, ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ? എഴുതാ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം. ഇന്ന് വരാം. ഇന്ന് വരാം. തല്ലുകൊള്ളും. ഓ, എന്തെന്ന്? ആരാടാ കുവിയത്? ആരാടാ കുവിയത്? അബ്ദുവാ മാഷേ. എല്ലാവരും ഇരിക്ക്, 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 ഇരിക്ക്. നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തിൽ പോയി ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങട്ടാ ചവി ആടിന്റെ പീ അത്രയല്ലേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വന്നേ. നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇരുന്നാലേ ബാക്കിയുള്ള കുട്ടികളും കൂടി ചീത്തയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുറെ കാലായില്ലടാ വന്ന് നരകണേ. എന്താ മൊയ്തുക്ക? മോന്റെ ഒരു കത്ത് വന്നിരിക്കുന്നു. വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷെ. ഇതാ പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്. അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ. അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു. ഉപ്പ പറഞ്ഞ തുക 1 മാസത്തിനകം അയക്കാം. പീഡിയയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്. മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീഡന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാലാ. ഓന്റെ കൈ വരുമല്ലോ. അത് നന്നായി പഠിക്കണില്ല അബ്ദു. ബമ്പനോയെ ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ, ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ, എന്താ മാഷെ? ഒരു ചെറിയ മിന്നല പോയി പോയി പോയി. പോയി പോയി. അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്റെ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാൻ ഞമ്മള് പറയാം. എന്തേ? എന്തിനടാ കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടതില്ല. ഒരാളൂടെ ആരാ? കേൾക്കോ മാഷെ, തുണി മാറ്റാൻ. മാഷ് അസീസ നമ്മുടെ കുട്ടിയാ, ധൈര്യമായിട്ടിരിക്കാം. അസീസ നീ പേടിക്കണ്ട, ഒരു ഗ്ലാസും കൂടെ കൊടുത്തു. ഏയ് ഞാനിത് കഴിക്കില്ല. നിർബന്ധിക്കണ്ട, 3 ആൾക്ക് തികയില്ല. ഇയാളെന്തിട്ട് ഈ കുഞ്ഞിങ്ങിച്ച് കളിക്കണം? പണ്ടാറ് നിൽക്കുണ്ടും. അതൊക്കെ പിന്നെ ഒന്ന് മുട്ടി വേണ്ട വേണ്ട വേണ്ട. കുഞ്ഞുണ്ണി ടീച്ചറുടെ ബ്ലൗസ് ഉണ്ടാകുന്നുണ്ടല്ലേ? അത് തയ്ച്ചാ? ഇല്ല. അതിന്റെ തുണി എങ്ങനെയുണ്ട്? വളരെ നൈസാ. മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ. അതിന്റെ കാശും മാഷ് തന്നെ എന്നോളൂ കേട്ടോ. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ? ഇതാ അതിന്റെ ഒരു രസം. അല്ലേ? നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ? കെട്ടണം. ഉമ്മ എപ്പോഴും പറയും നിക്കാതിന്റെ കാര്യം. ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നോക്കണം. ഇവന് പറ്റിയതാരാ മാഷേ? ആ കാട്ടുമാക്ക മമ്മദിന്റെ മോളായാലോ? അത് വേണ്ട, അത് വേണ്ട. അതെന്താ? അവളെ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നു. നമ്മുടെ അയ്മൂട്ടിയുടെ മോള് നബീസോ? അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര്യ. ഓ, നമ്മുടെ പരീതിന്റെ മകള് സൈനബ ആയാലെന്താ? അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച? ഹൈദ്രോസിക്കാന്റെ മോൾ ആമിനെ എങ്ങനെ? എന്റെ അസീസ്, നീ ആള് കൊള്ളാലോടാ. എന്റെ അയലോക്ക നല്ല കുട്ടിയാ. നീ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് നല്ല ചേർച്ചയായിരിക്കും. കാണണോ? എങ്കിൽ
എന്റെ വീട്ടിലേക്ക് വന്നാ മതി, ഞാൻ കാട്ടിത്തരാം. ഉള്ള വാപ്പ മൂരഹൈദ്രോസ്. എന്റെ അസീസെ, ആണ് ദേ കൈകൊണ്ടൊന്നും ഞൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും. നീ കേട്ടിട്ടുണ്ടോ? ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി. പക്ഷേ കുഞ്ഞാനി അല്ല സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു. വിളിക്കണത് ആണായിരിക്കണം. ഹൈദ്രോസിന്റെ മോളല്ല, അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും. എടാ അസീസെ, നീ ഒരാണല്ലേ? അല്ലേ? അയ്യോ അസീസ്, നീ ആണല്ലേ? കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വില്ലു വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. എന്തേ ശരിയല്ലേ? ഇതിനുണ്ടായിരുന്ന സാധനം എവിടെ? താൻ ഓവറാവണ്ടെന്ന് കരുതി ഞാനെടുത്ത് കുടിക്കുന്നതാണ് അവരുടെ പെരട്ട നഗരെ. കുടിച്ചാ മതിയാക്കും കഷണ്ടി. കുന്നത്തങ്ങാടി. ഇത് നമ്മളെ മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പേരിന്റെ അത്ര അല്ലേ ഉള്ളൂ? അയ്യോ, ഇവിടെ വലിയൊരു കൂച്ചുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് എന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ അസീസെ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണ്. നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്? ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ല. എവിടാ മൂരി? ഓൻ എവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുന്നതാ പശുരെ. നീ അത് പോയിട്ട് ആ പൊക്കിപ്പൊടി. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ചോര ജയിച്ച ഊർമി. വിട്ടത് അറിയാതെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയതാ. ഏതായാലും 4 പേര് കാണണം നല്ലല്ലേ? ഞാൻ ആകെ ബേജാറായിരിക്കും. ഞാനും. അത് ആർക്കും മനസ്സിലായില്ല. അടുങ്ങൾ പറയുന്നുണ്ട്. ഞാൻ മലപ്പുറം കത്തി ഇങ്ങോട്ട് ഇത് മജീദേ ഒന്ന് ആഘോഷിക്കല്ലേ? മജീദേ നോക്കല്ലേ? ആ കണ്ടോളേ അസീസ, പിടിച്ചോ. എല്ലാത്തിനും തുറത്തും. 100 ഉറുപ്പിയാണ്. 100 ഉറുപ്പിയ. നമുക്ക് കായ് കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ. കുന്നത്തങ്ങാടിയാ. കുന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. കുന്നത്തങ്ങാടിക്ക് ഫ്രീ ആയിട്ട് 10 പൈസ കൊടുക്കണം. ആരും പോയിരിക്കില്ല. നമ്മുടെ രാജ്യമാണ്. ഇനി എല്ലാവരും കൂടെ കഴിഞ്ഞിട്ട് വരി. അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളി കാണാൻ നിങ്ങൾക്ക്. മഞ്ചേരി മജീദിന്റെ വാടാ. 1 2 3 4. എഴുന്നേക്ക് പറയാ. സംഗതി മനസ്സിലായി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. 3 4 5 6. നമ്മുടെ മാനം കളയരുത്. ഞാൻ സക്രാത്തിന്റെ ഹാലിലാണ്. കുറച്ച് വെള്ളം കൊണ്ടാ. വെള്ളം കൊണ്ടുവരാം. 4 5 6 7 7 8. എനിക്ക് തലകറങ്ങണോ? 8 7. അള്ളാഹു 2 ദിവസം 5 ദിവസം. നാടാ. ഇനി പിടി. 1 2 3 4 7 8 10.
ഈ കിനാവ് വല്ലതും കണ്ടോ? പിന്നെ എന്താ ഈ പണിച്ചുത്തിരുന്നത്? നിങ്ങളെന്തോ കിനാവ് കണ്ട് പേടിച്ചു എന്ന് ഞാൻ കിനാവ് കണ്ട്. ഓനവിടെ അസീസ് ഇനി ഇവിടെ മറ്റേ വന്ന ആ ശൈത്താൻ ആര്? മൂരി. അതാ എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടി എനിക്കുമില്ല. ഇവനോട് പോയി ചെക്കൻ അസീസ് അസീസ് അസീസ്. ഈ മലപ്പുറം മൊയ്തീൻ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാ അത് ചെയ്തിരിക്കും. ഈ ചെമിക്ക് ഏറിയ ഒരാഴ്ച. അത് കഴിഞ്ഞാലോ? അത് അന്നേരം ആലോചിക്ക. ആ അസീസെ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് എവിടുന്ന് വേങ്ങി? ഹോട്ടലിൽ നിന്നാ. ഈ ഇങ്ങനെ ബുദ്ധിമുട്ടണ ദിവസം ഓരോ കോയിനെ വാങ്ങി തന്നാ പോരെ നമുക്ക്? ശരി, അത് പറയാൻ വിട്ടുപോയി. ഇവ നല്ല അസലായിട്ട് വെക്കും. നമ്മള് മഞ്ചേരി മദീനകത്തുള്ള മെയിൻ കുക്കറല്ലേ ഇതോ? അത് വരെ സൈഡ് ബിസിനസ്. മെയിൻ ഈ കളയും കുസ്തി ഉറപ്പിക്കലായിരുന്നു. ഒരാളോട് ഒരു സംഗതി പറയുമ്പോ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ല അസീസ് കേൾക്കണം. മഞ്ചേരിയിൽ പണ്ടൊരു കുടിയൊഴിപ്പിക്കലിന് പോയിന് ഞാൻ. അന്ന് എനിക്ക് സ്ഥിരമായിട്ട് സ്പെഷ്യൽ ഭക്ഷണം ഈ മദീന ഹോട്ടലിനാ. നല്ല അസൽ ഭക്ഷണം. ഞാനിവനെ പൊന്തിച്ചു വരല്ലോ. നല്ല അസൽ കുക്കറാ. അതാണ് ഞാൻ ഇവരെങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടെടുക്കണേ. ആ നന്ദി ഇവരുണ്ട് കേട്ടോ. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകൾ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. അതില്ല ഉപ്പിങ്ങിടത്തുന്ന ലോഹ്യമൊക്കെ ലോഹ്യം. മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അത് തന്നെ ഞാനും പറഞ്ഞേ. ഞാനെന്താ മലപ്പുറം ജില്ലയിൽ വലിയ കിട്ടുക ഉണ്ടാക്കുന്ന ആളാ. എനിക്കതാ പണി. പിന്നെ ഞാൻ കുക്കാണെന്ന് ഓനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, തമ്മിൽ ചെളിവാരി അറിയരുത്. എടപ്പാൾ ഒരു തമ്പുരാട്ടിയുടെ ദേഹത്തെ ജിന്നാണെന്നും പറഞ്ഞ് നിങ്ങളൊരു കള്ള മന്ത്രവാദിയായിട്ട് പോയിട്ട് നാട്ടുകാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഞാനിവിടെ വിളിച്ചു കൂടിയൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ എന്താ? അല്ല, ഈ എടപ്പാട് ഭാഗത്ത് എനിക്ക് പോലീസിൽ വലിയ ഹാൻഡാ. അതിപ്പോ ഇവിടെ വിളിച്ചു വല്ല കാര്യം മറ്റുണ്ടോ? ആ സീതേ, പിന്നെ നല്ല ചെറുതാരം കിട്ടുമല്ലോ ഇവിടെ. ഒന്ന് കണ്ടെടുത്താന്. എടാ പന്നി, കുറിക്കമ്പനി നടത്തി പാവപ്പെട്ട ആളുകളെ പൈസ പറ്റിച്ച് മുങ്ങി നടന്നിട്ട് അവസാനം അവരെ പിടിയിലായി അടിയും കിട്ടി ജയിലിൽ പോയത് ഞാനല്ല കേട്ടോ. എത്ര കിടന്ന്? 6 മാസം, ഒരു കൊല്ലോ. കാര്യം എന്തായാലും ഞാൻ ജയിലിൽ പോയിട്ടില്ല. മൊയ്തീനെ, നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കം നോക്കാൻ വന്നതല്ല. അല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് പോണത് വരെ നല്ല മട്ടത്തിൽ ഇവരെ കയ്യാന്ന്. എടോ, മലപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഈ പാവ അസീസ് ഇരിക്കുന്ന കണ്ടപ്പോ നീയോ ഞാനോ വിചാരിച്ചിക്കണോ നമുക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു? ഇല്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഓരോ കുതിർത്താണ്. വെറുതെ ഉടക്കിയാല് വെറുതെ ഉടക്കാൻ ഞാൻ ആ മൂരി ഇബ്രാഹിമിനെ കുത്തി മലർത്തും. ഇബ്രാഹിം അല്ല, ഹൈദ്രോസ്. ആ ഇവൻ ചൂടായാലും ഇങ്ങനെ ആളെ പേരും തെറ്റും കുത്തി മലത്തും ചെയ്യും. നോക്കട്ടെ. എന്റെ കളി കുറെ കൂടുണ്ട്. ബാപ്പുട്ടെ ബാപ്പുട്ടെ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ നമ്മളെ നാട്ടിൽ മതി. ഇവിടെ ഞാൻ മലപ്പുറം മൊയ്തീനാ. ഇനി അത് പറ്റൂല. ഓൻ വന്നിരിക്കുന്നത് ആര്? സാക്ഷാൽ അസല് ഒറിജിനൽ മലപ്പുറം മൊയ്തീൻ. പച്ചമ്പുരനെ ചതിച്ചോ? എന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് പോന്നിരിക്കുക. നമ്മളെ കളി വല്ലതും മൂപ്പര് അറിഞ്ഞോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വേഗം വരി. കുന്നത്തങ്ങാടിയിൽ ബസ് വന്ന് ഇറങ്ങിയപ്പോഴാ നമ്മൾ കണ്ടത്. മജീദ, നീ വീണോ? ഇല്ല, ഞാന് നിങ്ങൾക്ക് പുഴക്കടൻ അടവ് കാണിച്ചു തന്നതാ. നേരോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഈ വീണതാന്നാ. അല്ല ബഷീറേ, ഇതിപ്പോ ഇവിടെയാണ്? അല്ല, നിങ്ങളെ കുവൈറ്റിൽ നിന്ന് വിട്ടാ? കുവൈറ്റിൽ വിടാൻ എന്താണ്? നമ്മള് കുവൈറ്റിൽ ജയിലില്ല. ഇനി കുവൈറ്റിൽ വിടാന് കള്ള സൂറേ, അനക്കൊരു ബാട്ടുണ്ടല്ലടാ. ആ സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല് കേട്ടാ. അമ്മാരി തുണി ഒന്നും ചെയ്യണ്ട. ഹയാത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങോട്ടൊക്കെ അതൊക്കെ ജുബ്ബ അടിക്കാവേ. ജുബ്ബ ഇത് പെണ്ണുങ്ങൾ പറഞ്ഞല്ലേ?
കൺട്രി ആനക്കത് കുന്തറിയടോ നല്ലോണം തുണിക്കോ എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും അളപ്പെടുത്തോ എന്താണ് ചങ്ങായി അറബിയുടെ കുപ്പായോ ജുപ്പൊക്കെ കൊടുക്കണോ അത്ര മതി. ഇതുവരെ ആ മതി മതി 31 കുവൈറ്റിൽ 44 ഉണ്ടായി പണ്ടാരാണ് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി 31 എന്താ കഴിച്ചിട്ട് മുറുക്കണി മര്യാദക്കാണ് കൊടുക്ക് എന്റെ ഉമ്മ ഈ പണ്ടാരത്താളെ മയ്യത്തായില്ലേ കൊഴുപ്പ് ഈ പന്നി ഇനിപ്പറ്റി എന്റെ പറഞ്ഞില്ല. അതെ എന്നിട്ട് നമ്മള് പോട്ടെ നമ്മള് മറ്റന്നാൾ വരാം കേട്ടാ ഓന്റെ ഒരു പത്രാസ് നമ്മൾ വരട്ടെ നമ്മൾ വരച്ചാ പത്തൊക്കെ നമുക്ക് അത് മൂത്താപ്പ